ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് ഹെർബാലൈഫിന്റെ വെയിറ്റ് ലോസിനെ കുറിച്ചിട്ടാണ്. പക്ഷേ ഇന്നൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരുപാട് വ്യക്തികൾ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് നേരിടേണ്ട ഒരു പ്രശ്നമാണ് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവുന്നുള്ളത്. നമ്മൾ ഈ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു ടോപ്പിക് നമ്മളോട് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു പോയിന്റിൽ പോയിട്ട് വെയിറ്റ് സ്റ്റക്കായി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് ഡെയിലി ബേസിൽ വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം ഇതിൽ പറയുന്ന ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ കോച്ചുമായിട്ട് ഗൈഡൻസിൽ മാത്രം മാറ്റങ്ങൾ വരുത്തുക. എന്നാൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ വീഡിയോയിൽ കണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യരുത്. കാര്യം നിങ്ങളുടെ ബോഡി മെഷർമെന്റ്സ് അതുപോലെ ബോഡിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ കോച്ചിനായിരിക്കും അറിയത്തുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് ഈ പോയിന്റ് കേട്ടതിന് ശേഷം നിങ്ങൾ കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയിറ്റ് ലോസ് സ്റ്റക്കായി നിൽക്കാനും ഓവർകം ചെയ്യാനും നിങ്ങളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാം നല്ല ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനും സഹായിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോണത് വെയിറ്റ് ലോസ് സ്റ്റക്കിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഈ ഒരു ടോപ്പിക് ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ലോസ് ടെക്ക് എന്നുള്ളത് നിങ്ങൾക്ക് ഇത് നോർമലി ഒരു വെയിറ്റ് ലോസ് സമയത്ത് കാണിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആരും തന്നെ പാനിക് ആവേണ്ട ആവശ്യമില്ല, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമുക്ക് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് നല്ല ക്ഷമയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. വളരെ ക്ഷമയോടെ കറക്റ്റ് ആയിട്ട് ഡെയിലി ബേസിൽ പ്രോഗ്രാം ചെയ്താൽ മാത്രമാണ് വെയിറ്റ് ലോസ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് എന്നുള്ളത് ഒരു ഷോർട്ട് കട്ടിൽ വെയിറ്റ് കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. കൃത്യമായുള്ള ഫോളോ അപ്പ് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ വന്ന് പ്രൊഡക്റ്റ് മേടിച്ച് ചുമ്മാ ഷേക്ക് പോലെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല. എവിടെയെങ്കിലും കാര്യങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റോങ് ഇൻഫർമേഷൻ ആണ്. നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. അതല്ലാതെ വെറുതെ ഷേക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഷോർട്ട് കട്ടിൽ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല. അതിന് അതിൻ്റെതായ സമയമുണ്ട്. ക്ഷമയോടെ ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ ഇനി വെയിറ്റ് ലോസ് ടെക്കിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, ഇപ്പൊ നോർമലി എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് വെയിറ്റ് ലോസ് സ്റ്റക്ക് എന്നുള്ളത്. നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണിയിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കേസ്, നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് ഒക്കെ നിങ്ങൾക്ക് ഈ സ്റ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1 വീക്കിന് മേളിൽ നിങ്ങൾക്ക് സ്റ്റക്ക് വരുവാണെങ്കിലാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു 1 വീക്കിന് മേളിൽ നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് വെയിറ്റ് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം വെയിറ്റ് കുറയുന്നതനുസരിച്ച് ഗ്രാം വെച്ച് കുറഞ്ഞു കഴിഞ്ഞാലും kg വെച്ച് കുറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ വെയിറ്റ് ലോസ് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1 വീക്കിന് മേളിൽ നിങ്ങൾ ഒരു 7 ദിവസമായിട്ടും വെയിറ്റ് സെയിം വെയിറ്റ് ആണ് നിൽക്കുന്നത്. അത് 8ാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം മാത്രമാണ് മാറ്റം വരുത്തേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് 2 ദിവസം വെയിറ്റ് സ്റ്റക്കായി 3 ദിവസം വെയിറ്റ് സ്റ്റക്കായി എന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളിൽ മാറ്റം ഒരിക്കലും വരുത്തരുത്. കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ശ്രദ്ധിക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു 1 വീക്കിന് മേളിൽ 7 ദിവസത്തിന് മേളിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആണെങ്കിൽ മാത്രം ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുക. ഈ കാര്യങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഒരു 7 ദിവസത്തിന് മേളിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സ്റ്റക്ക് ആണെങ്കിൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നിങ്ങൾ സെൽഫായിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. സെൽഫായിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് പറയുമ്പോഴത്തേക്കും ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സ് എല്ലാം വൺ ബൈ വൺ ആയിട്ട് ഞാൻ പറയാം. ഈ പോയിന്റ്സ് ഫസ്റ്റ് നിങ്ങൾ സെൽഫായിട്ട് ചെക്ക് ചെയ്യുക. സെൽഫായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് പോയിന്റിൽ പറയുന്ന, അതായത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്ന സൊല്യൂഷൻസ് അപ്ലൈ ചെയ്ത് നോക്കുക. സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കോച്ചുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പോയാൽ മാത്രമാണ് എൻ്റെ റിസൾട്ട് ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എഗെയിൻ വെയിറ്റ് സ്റ്റെക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ സെൽഫ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് പറയാം. ഫസ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റിന്റെ യൂസേജ്. ഇപ്പൊ നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ യൂസേജ് കറക്റ്റ് ആണെന്ന് നോക്കുക. കൃത്യമായുള്ള ഒരു മെഷർമെന്റ് നിങ്ങൾ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ മെഷർമെന്റിൽ കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് നോക്കുക. ടൈമിങ്ങും അതുണ്ടായിരിക്കും. ഈ ടൈമിങ് നിങ്ങൾ കൃത്യമാണെന്ന് നോക്കുക. എത്ര ടൈമാണ് ദിവസം എടുക്കേണ്ടത് ആ ടൈമും കറക്റ്റായിട്ട് നോക്കിയിട്ട് എടുക്കുക. എത്ര തവണയാണെന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക. അതല്ല കോച്ച് 2 നേരം എടുക്കാൻ പറഞ്ഞു, നിങ്ങൾ 1 ടൈമാണ് എടുക്കണമെങ്കിൽ ഒബിയസ്ലി നിങ്ങൾക്ക് വെയിറ്റ് സ്റ്റക്ക് കാണിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ കോച്ച് പറഞ്ഞിരിക്കുന്നത് ആ മെത്തേഡ് കൃത്യമായിട്ട് എടുക്കുക. പിന്നെ ഓൾറെഡി തന്നെ നമ്മുടെ പ്രൊഡക്റ്റിന്റെ മാനുവലിൽ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര സമയം എടുക്കാം, ഏത് മെത്തേഡിലാണ് എടുക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സെൽഫ് ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ യൂസേജ് തന്നെയാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഡയറ്റ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് മെത്തേഡ് വെയിറ്റ് ലോസ് ചെയ്താൽ പോലും ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് വെച്ച് വെയിറ്റ് ലോസ് ചെയ്താലും ഏത് മെത്തേഡ് വെച്ച് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാലും 80% ഡയറ്റിലാണ് നമ്മുടെ വെയിറ്റ് ലോസ് ഇരിക്കുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം സപ്പോർട്ടിങ് വരും, 20% മാത്രമേ ഉള്ളൂ. അപ്പൊ ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ഡയറ്റ് നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ കോച്ചിനോട് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഡീപ്പായിട്ട് നിങ്ങളുടെ ഡയറ്റ് മോണിറ്റർ ചെയ്യുക.
ഡയറ്റിൽ എന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ടാണ് വെയിറ്റ് സ്റ്റക്ക് ആണെങ്കിൽ ഡയറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക, തീർച്ചയായിട്ടും വെയിറ്റ് ലോസ് സ്റ്റക്കിനെ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ വർക്കൗട്ട്. ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വർക്കൗട്ട്. നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി ചുമ്മാ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല. നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് ലഭിക്കുന്നത് തീർച്ചയായിട്ടും വർക്കൗട്ട് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം, എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, മസ്റ്റ് ആയിട്ടും ഡെയിലി ബേസിൽ ഒരു 45 മിനിറ്റ്സ് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കണം. ഇത് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വെയിറ്റ് ലോസിന് ശേഷം നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ വർക്കൗട്ട് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വർക്കൗട്ട് കാര്യങ്ങളും മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യുക. ഇനി വർക്കൗട്ട് ചെയ്യാത്തതുകൊണ്ടാണോ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് നടക്കാതെ നമ്മൾ ചെക്ക് ചെയ്യുക. ഇനി ഓവർ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സ്മൂത്ത് ആയിട്ട് നടക്കത്തില്ല. അപ്പോൾ കൃത്യമായുള്ള ടൈം കീപ്പ് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യുക. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 1 വീക്ക് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ഒരു ദിവസം ഒരു റെസ്റ്റ് കൊടുക്കണം. അതല്ലാതെ 7 ദിവസം പോയിട്ട് വർക്കൗട്ട് ചെയ്യരുത്. ഒരു ദിവസം നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വർക്കൗട്ട് ചെയ്ത് നമ്മുടെ ബോഡി റിക്കവർ ആയിട്ട് ഒരു ടൈം കൊടുക്കണം. ഒരു ദിവസം മസ്റ്റ് ആയിട്ടും സ്റ്റോപ്പ് ചെയ്യുക വർക്കൗട്ട്. നെക്സ്റ്റ് വൺ ആണ് ഫുഡ് ടൈമിങ്. ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് രാവിലത്തെ ഷേക്ക് എടുക്കുന്ന ടൈം അതുണ്ടായിരിക്കും, അതുപോലെ ഈവനിങ് എടുക്കുന്ന ടൈം അതുണ്ടായിരിക്കും, ഇടയിൽ ഫുഡ് കഴിക്കുന്ന ടൈം അതുണ്ടായിരിക്കും. ഫുഡിന്റെ ടൈമിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തോന്നിയ സമയത്ത് തോന്നിയ പോലെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. വെയിറ്റ് ലോസ് സ്റ്റക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫുഡ് ടൈമിങ് കറക്റ്റാക്കുക. രാവിലെ എപ്പോഴാണോ, ഉച്ചയ്ക്ക് എപ്പോഴാണോ, വൈകിട്ട് എപ്പോഴാണോ, ഈ ടൈം കൃത്യമായിട്ട് പാലിക്കുക. ഈ ടൈമും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഫുഡിന്റെ കാലറി. ഒരുപാട് കാലറി ഉള്ള ഭക്ഷണങ്ങൾ നമ്മൾ വെയിറ്റ് ലോസിന് സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തില്ല. അപ്പോൾ കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ചാൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ കാലറി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാലറി ശ്രദ്ധിച്ചാൽ മാത്രമാണ് വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് സ്റ്റക്ക് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യം കൂടി മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് വാട്ടർ കൺസപ്ഷൻ. വാട്ടർ ഇൻടേക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ബോഡി പ്രോപ്പറായിട്ട് ക്ലീനിങ് ചെയ്യുന്ന പീരീഡ് ആണ് നമ്മൾ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഇന്നർ ബോഡി പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ വാട്ടർ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടോക്സിക് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട് വാട്ടർ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയാണോ നിങ്ങളുടെ അടുത്ത് വാട്ടർ ഡെയിലി ബേസിൽ കൺസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് കൃത്യമായിട്ട് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ നോക്കുക. പിന്നെ കഴിക്കേണ്ട മെത്തേഡ്, വാട്ടർ എടുക്കേണ്ട മെത്തേഡും പ്രോപ്പറാണെന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറയുന്ന പോയിന്റ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമ്മൾ ഡീപ്പായിട്ട് ഇതിനകത്ത് മോണിറ്റർ ചെയ്യണം. അതായത് ഹെൽത്തി ലൈഫ് സ്റ്റൈലോട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൺവേർട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ ഉറക്കം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴാണ് രാത്രി ഉറങ്ങുന്നത് അത് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇനി ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ കിടന്നുറങ്ങുന്നെങ്കിലും അത് വെരി വെരി ഡേഞ്ചർ. അപ്പോൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഉറക്കത്തിന് സമയം നോക്കുക. ഒരു ദിവസം ഇത്ര ടൈം തൊട്ട് ഇത്ര ടൈം വരെ ഉറക്കം പ്രോപ്പറാണെന്ന് നോക്കുക. ഉറക്കത്തിന് ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഉറക്കം വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഉറക്കത്തിന് ടൈം കീപ്പ് ചെയ്തിട്ട് ഉറക്കം കൃത്യമായിട്ട് നോക്കുക. നെക്സ്റ്റ് ആണ് ബോഡി മെഷർമെന്റ്സ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ 1 വീക്ക് നമുക്ക് വെയിറ്റ് സ്റ്റക്ക് ആയിട്ട് നിൽക്കുകയാണ്, സെയിം വെയിറ്റ് തന്നെ കാണിക്കുവാണെങ്കിൽ നമ്മുടെ ബോഡി മെഷർമെന്റ്സ് ചെക്ക് ചെയ്താൽ, ബോഡി മെഷർമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഈ മൂന്നെണ്ണത്തിന്റെ സെന്റിമീറ്ററിലുള്ള മെഷർമെന്റ് എടുത്ത് നോക്കുക. ഇപ്പൊ ചില കണ്ടീഷനിൽ നിങ്ങൾക്ക് ഒരു 7 ദിവസം നമുക്ക് വെയിറ്റ് മെഷീനിൽ കുറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ മെഷർമെന്റ്സ് മാറ്റം ഉണ്ടായിരിക്കും. ഇപ്പൊ നിങ്ങളുടെ ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ്, ഇതിന്റെ മൂന്നെണ്ണത്തിന്റെ മെഷർമെന്റ് കുറയും. ഈ ഒരു മെഷർമെന്റ് കുറയുന്നത് വെയിറ്റ് ലോസിന്റെ ഒരു പാർട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഡീപ്പായിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെഷർമെന്റ്സ് കുറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുക, വേറെ ഒന്നിലോട്ടും പോകാതിരിക്കുക. ആ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് ലോസ് നെക്സ്റ്റ് ലെവലിലോട്ട് കിടക്കും. ഇനി അതല്ല നിങ്ങൾക്ക് മെഷർമെന്റ്സ് ഒന്നും കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നെക്സ്റ്റ് ഒരു സൊല്യൂഷൻ അന്വേഷിച്ച് പോയാൽ മതി. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബോഡി മെഷർമെന്റ്സ് ചെക്ക് ചെയ്യുക. ബോഡി മെഷർമെന്റ്സ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ മെഷർമെന്റ്സ് കുറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് അവിടെ മൂവ് ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ലോസ് സ്റ്റക്കാന്ന് ചിന്തിക്കരുത്. മെഷർമെന്റ്സ് കുറഞ്ഞാൽ അവിടെ വെയിറ്റ് ലോസ് നടക്കുന്നുണ്ടെന്നാണ് അർത്ഥം. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മോണിറ്ററിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ട് ഒരു കോച്ചിന്റെ മോണിറ്ററിംഗ് പ്രോഗ്രാം ചെയ്യുക. നിങ്ങളുടെ വെയിറ്റ്, നിങ്ങളുടെ ഭക്ഷണ രീതി, അതിൽ നിങ്ങളുടെ വർക്കൗട്ട്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്ററിംഗിൽ ഇരുന്നാൽ മാത്രമാണ് ഫാസ്റ്റ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും വെയിറ്റ് ലോസ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഡെയിലി ബേസിൽ അപ്ഡേറ്റ് ചെയ്യുക. മോണിറ്ററിംഗ് സിസ്റ്റം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡെയിലി ഫോളോ അപ്പ്. ഇപ്പൊ നിങ്ങൾ ഡെയിലി കഴിക്കുന്ന ഭക്ഷണങ്ങൾ, വർക്കൗട്ടിന്റെ മെത്തേഡ്, നിങ്ങളുടെ ഒരു ദിവസം റൊട്ടീൻസ്, ഇതെല്ലാം കൃത്യമായിട്ട് കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, ഭക്ഷണം എടുക്കുന്നതിന്റെ ക്വാണ്ടിറ്റിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം, പ്രൊഡക്റ്റിന്റെ യൂസേജ്, ഇതെല്ലാം ഡെയിലി ബേസിൽ കോച്ചിന്റെ ഫോളോ അപ്പിൽ തന്നെ ഇരിക്കുക. സ്വന്തമായിട്ട് ഐഡിയാസ് ഇൻവോൾവ് ചെയ്യാതിരിക്കുക. കൃത്യമായിട്ട് കോച്ച് എന്താണ് പറയുന്നത്, നിങ്ങളുടെ വെയിറ്റ് കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്തതിനു ശേഷം ആ കാര്യം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോവുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സെൽഫായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു 7 ദിവസത്തിന് മേളിൽ വെയിറ്റ് ലോസ് സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ എല്ലാം 100% ആണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ നോക്കുക. നെക്സ്റ്റ് ഇതിനുള്ള സൊല്യൂഷനാണ് പറയുന്നത്. ഈ സൊല്യൂഷൻ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾ സ്വന്തം പെട്ടെന്ന് പോയിട്ട് അതിൻ്റെ അടുത്ത് അപ്ലൈ ചെയ്യരുത്. കൃത്യമായിട്ട് കോച്ചിനോടൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക.
കാര്യം ഒരുപാട് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകളാണ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ പ്രോഗ്രാമിനുള്ളിലോട്ട് അപ്ലൈ ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യം കോമൺ ആയിട്ട് പറയുന്നതാണ്, അതല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് പറയുന്നതല്ല. അപ്പോൾ കോമൺ ആയിട്ട് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരാൾ ഇത് ഫോക്കസ് ചെയ്ത് എടുക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ്, ഇത്രയും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണ്. നെക്സ്റ്റ് എന്താണ് സൊല്യൂഷൻ? അതായത് ഒരാഴ്ചയായിട്ട് നമ്മൾ വെയിറ്റ് കുറയുന്നില്ല, അല്ലെങ്കിൽ അതിന് മേളിൽ ദിവസമായിട്ട് വെയിറ്റ് കുറയുന്നില്ല, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ പറയുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ സെൽഫ് ചെക്കിംഗ് പോയിന്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡീപ്പായിട്ട് നമ്മൾ തന്നെ ചെക്ക് ചെയ്തു, ഇതെല്ലാം കറക്റ്റ് ആണ്, 100% ആണെങ്കിൽ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രൊഡക്റ്റിന്റെ യൂസേജിന്റെ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഡെയിലി ബേസിൽ എടുക്കാനുള്ള ഒരു ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ബേസിക് ന്യൂട്രീഷൻ ആണെങ്കിലും അഡ്വാൻസ് ന്യൂട്രീഷൻ ആണെങ്കിലും ക്വാണ്ടിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് വരുത്തുക. രാവിലെ കഴിക്കുന്നത്, വൈകിട്ട് കഴിക്കുന്നത്, ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വെയിറ്റ് ലോസ് ടെക്കിൽ നിങ്ങൾക്ക് റിക്കവർ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസ്റ്റായിട്ട് പ്രൊഡക്റ്റിന്റെ ക്വാണ്ടിറ്റി ഒന്ന് ഫസ്റ്റ് ചേഞ്ച് ചെയ്ത് വെക്കുക. ഇത് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഒരു കോച്ചിനെ കഴിച്ച് മാത്രം ചെയ്യുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. എല്ലാ ദിവസവും ഒരേ ഡയറ്റ് എടുക്കാതെ ഡയറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കുക. ഡയറ്റ് പാറ്റേൺ വ്യത്യസ്തപ്പെടുത്തുക. എല്ലാ ദിവസവും ചോറ് കഴിക്കാതെ, എല്ലാ ദിവസവും ചപ്പാത്തി കഴിക്കാതെ വീക്കിലി ഉള്ള നിങ്ങളുടെ ഡയറ്റ് ഷഫിൾ ചെയ്യുക. എങ്ങനെയാണ് ഷഫിൾ ചെയ്യേണ്ടതെന്നുള്ളതും തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തരുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ കോച്ചിട്ട് ചോദിച്ചാലും തീർച്ചയായിട്ടും കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ചെയ്യുക. ഡയറ്റ് പ്ലാൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, ഡയറ്റ് പ്ലാൻ ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ടെക്ക് ചെയ്യുന്നതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുകയാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഫുഡ് ടൈമിങ്. ഇപ്പൊ നമുക്ക് രാവിലത്തെ ഒരു ഫുഡിന്റെ ടൈം പറഞ്ഞിട്ടുണ്ട്, ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, വൈകിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചേഞ്ചസ് വരുത്തുക. അതായത് ടൈമിങ്ങിൽ ചേഞ്ചസ് വരുത്തുക. ഇതെല്ലാം ടെമ്പററി ചേഞ്ചസ് ആണ്, ഒന്നും പെർമനന്റ് അല്ല. അപ്പോൾ കൃത്യമായിട്ടൊരു കോച്ചിന്റെ ഗൈഡൻസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു മോണിറ്ററിങ് കറക്റ്റായിട്ട് ചെയ്തിട്ട് ഈ ഒരു ഫോളോ അപ്പ് കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ടൈമിങ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യുക. എത്ര മണിക്കൂർ വ്യത്യാസം, എത്ര മണിക്കൂർ മുന്നേ, ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യുക. ഡൗട്ടുള്ള ആൾക്കാർ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരുന്നതാണ്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു ചീറ്റ് ഡേ എടുക്കുക. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് പ്രൊഡക്റ്റിന്റെ യൂസേജിൽ ചേഞ്ചസ് വരുത്തി, ഡയറ്റ് ഷഫിൾ ചെയ്തു, ഫുഡിന്റെ ടൈമിംഗ് ചേഞ്ച് ചെയ്തു. ഇതെല്ലാം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചേഞ്ചസ് ഇല്ലെങ്കിൽ മാത്രമാണ് ചീറ്റ് ഡേ എടുക്കേണ്ടത്. അതായത് ചീറ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിങ്ങളുടെ ഡയറ്റ് എല്ലാം സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ നോർമൽ ഫുഡ് ഹാബിലോട്ട് വരിക. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് നോർമൽ ഫുഡ് ഹാബിലോട്ട് വരിക. ഇത് ഫുഡ് ഹാബിലോട്ട് ചീറ്റ് ഡേയിലോട്ട് പോകുമ്പോൾ വലിച്ചു വാരി ഭക്ഷണം കഴിക്കാതിരിക്കുക. ഓടിച്ചെന്ന് കുഴിമന്തിയും ബിരിയാണിയും 3 നേരം കഴിക്കാതിരിക്കുക. അതിൽ റെഡ് മീറ്റ് ഒരുപാട് കഴിക്കാതിരിക്കുക. ഫ്രൈഡ് ഐറ്റംസ് ഒരുപാട് കഴിക്കാതിരിക്കുക. ടീ, കോഫി, ഷുഗർ ഐറ്റംസ് ഇതൊന്നും ഒരുപാട് കഴിക്കാതിരിക്കുക. കൺട്രോൾ ചെയ്തിട്ട് വേണം ചീറ്റ് ഡേ എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചീറ്റ് ഡേ എടുക്കുന്ന സമയത്ത് മേളിൽ പറഞ്ഞ 3 പോയിന്റ് ചെയ്തിട്ട് നമുക്ക് വെയിറ്റ് ലോസിന് മാറ്റമില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മളൊരു ചീറ്റ് ഡേ എടുക്കുമ്പോൾ, അതായത് മൈൽഡ് ആയിട്ടുള്ള ചീറ്റ് ഡേ ആണ്, ഹെവി ആയിട്ടുള്ള ചീറ്റ് ഡേ അല്ല. ഇത് എടുക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും വെയിറ്റ് സ്റ്റോക്ക് നമുക്ക് ഓവർകം സാധിക്കുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ 4 പോയിന്റ്സും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് ഗൈഡൻസ് എടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. കൃത്യമായിട്ട് കോച്ചോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനു ശേഷം മാത്രം ചെയ്യുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ വെയിറ്റ് ലോസിനെ ഓവർകം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വെയിറ്റ് ലോസ് ഓവർകം ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വെയിറ്റ് ഗെയിനിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ചോദിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് റെഡ്യൂസ് ആവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വെയിറ്റിൽ സ്റ്റെക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്, അത് ഇതാണ്. മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ്, നിങ്ങളൊരു കോച്ചിന്റെ ഗൈഡൻസിലെ ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഗ്രാം ചെയ്യാവുള്ളൂ. നിങ്ങൾ ഏത് പ്രോഗ്രാം ചെയ്താലും, വെയിറ്റ് ലോസ് ആയിക്കോട്ടെ, വെയിറ്റ് മെയിൻറ്റെയിൻ ആയിക്കോട്ടെ, വെയിറ്റ് ഗെയിൻ ആയിക്കോട്ടെ, ഏത് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാലും കോച്ചിന്റെ ഗൈഡൻസിലും കോച്ചിന്റെ മോണിറ്ററിങ്ങിലും കൃത്യമായിട്ട് ചെയ്യുക. അതല്ലാതെ നിങ്ങൾ കണ്ട സ്ഥലത്ത് നിന്ന് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടി, എൻ്റെ ഫ്രണ്ട് തന്നു, എൻ്റെ മാമൻ തന്നു, മാമി തന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്താൽ മാത്രമാണ് നല്ല റിസൾട്ട് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ തോന്നിയ രീതിക്ക് തോന്നിയ സ്ഥലത്ത് നിന്ന് പ്രൊഡക്റ്റ് മേടിച്ചിട്ട് തോന്നിയ പോലെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും റിസൾട്ട് ലഭിക്കത്തില്ല. എന്നിട്ട് നിങ്ങൾ പറയും കമ്പനിയെ കുറ്റാണെന്ന് പറയും, ഹെർബാലൈഫിന് പ്രൊഡക്ട്സ് വളരെ ഡാമേജ് എന്ന് പറയും. ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി റൺ ചെയ്യുന്നുണ്ട് ഏകദേശം 42 വർഷമായി. നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് 25 വർഷമായി. 25 വർഷമായിട്ട് ഇത്രയും ഒരു നല്ലൊരു പ്രൊഡക്റ്റ് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ്, പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ്. അതല്ല നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ 25 വർഷം പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഒരിക്കലും ഈ പ്രൊഡക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പൊട്ടത്തരത്തിനെ
ഹെർബൽ ലൈഫ് പ്രോഡക്ട്സിന്റെ പുറത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഒരുപാട് വ്യക്തികൾ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് എടുപ്പിക്കുന്നുണ്ട്, റിസൾട്ട് എടുക്കാതെ പോകുന്ന ആളുകളുണ്ട്, റിസൾട്ട് എടുത്തിട്ട് കളഞ്ഞിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ ആളുകൾ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തം കുറ്റം ആരും പറയത്തില്ല. എന്തെങ്കിലും റോങ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടാണെന്നേ പറയത്തുള്ളൂ. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഉണ്ടാവാതിരിക്കാൻ, നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കോച്ചിന്റെ ഗൈഡൻസിൽ മാത്രം പ്രോഗ്രാം ചെയ്യുക, കോച്ചിന്റെ മോട്ടിൽ മാത്രം പ്രോഗ്രാം ചെയ്യുക. നല്ല റിസൾട്ട് കിട്ടുന്നുള്ള 100% ഉറപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുക, നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് സാധിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഹെർബാലൈഫ് ഡിസ്ട്രിബ്യൂട്ട് ആയത് മാത്രം വാങ്ങുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ കമ്പനി ഒറിജിനൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ അതിലെ മാമന്റെ കയ്യിലോ മാമിയുടെ കയ്യിലോ ആരുടെ കയ്യിലോ ഏൽപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് സ്വന്തം ഹെൽത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സപ്പോർട്ടിന് വേണ്ടി ഹെർബാലൈഫ് ന്യൂട്രീഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു കോച്ചിനെ നോക്കുക, കോച്ചിനെ പ്രൊഡക്റ്റ് വാങ്ങുക. തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഒറിജിനൽ പ്രൊഡക്ട്സ് ലഭിക്കത്തുള്ളൂ. നിങ്ങൾ പല സ്ഥലത്തു നിന്നും വിലക്കുറവിനൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഒരുപാട് പരാതികൾ പറയണത്. പിന്നെ യൂട്യൂബിൽ വന്ന് വീഡിയോ ആയി, അതായി ഇതായി മറ്റായി മറിച്ച്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് കണ്ടീഷൻസ് ആയി. എന്തിനായി വെറുതെ വെറുതെ ഇഷ്യൂസിന് പോകണം? നിങ്ങൾക്ക് പ്രോഗ്രാം യൂസ് ചെയ്യാൻ, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൊഡക്റ്റ് വാങ്ങുക, പ്രോഗ്രാം ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാം, അത് കഴിഞ്ഞതിന് ശേഷം സ്റ്റോപ്പ് ചെയ്ത് പോകുക. അതല്ലാതെ വിലക്കുറവിന് പോയി അവിടെ പോയി ഇവിടെ പോയി പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ആകപ്പാടെ പ്രോഗ്രാം കൊളായതിനു ശേഷം ചുമ്മാ ഇരുന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ കൃത്യമായിട്ട് നല്ല റിസൾട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഹെർബാലൈഫ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് മാത്രം പ്രൊഡക്റ്റ് വാങ്ങുക. കമ്പനിയെ പറഞ്ഞിട്ടുണ്ട് ഒറിജിനൽ പ്രോഡക്ട്സ് ലഭിക്കുന്നത് ഒരു ഡിസ്ട്രിബ്യൂട്ടറിന് മാത്രമാണ്. നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ടറിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ കമ്പനിയുടെ സൈറ്റ് ഉണ്ട്, herbalife.co.in എന്ന സൈറ്റ് ഉണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കമ്പനിക്ക് ഒരു എൻക്വയറി കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിയുടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനായിട്ട് ആൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഹെർബാലൈഫിന്റെ ഒറിജിനൽ പ്രോഡക്ട്സ് ഞാൻ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലും പ്രൊഡക്റ്റ് ബന്ധപ്പെടുന്ന സംശയം എന്നെ കോൺടാക്ട് സാധിക്കുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താലും റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും ഹാപ്പി ഹെൽത്തി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക്